ഹായ് ഗൈസ്. നമ്മളൊരു വീടിൻ്റെ റീഫർബിഷ്മെൻ്റ് ആയിട്ട് ഫ്രിംലേ വന്നിരിക്കുകയാണ്. എൻ്റെ ചേട്ടായി ഒരു വീട് മേടിച്ചായിരുന്നു ഈ ഫ്രിംലിയിൽ. അപ്പോൾ അത് കുറച്ച് പഴയ വീടാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെയാണ്. നമുക്ക് ആ വീടിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം, പണിയൊക്കെ എങ്ങനെ പോകുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഒരു പരിധി വരെ നമ്മളിവിടെ ക്ലീൻ ചെയ്തതാണ്. സൈഡിലേക്ക് വരുവാണെങ്കിലും വീണ്ടും ഇവിടെയും ഗാർഡൻ ഉണ്ട്. ഇതൊരു അത്യാവശ്യം നല്ല വിശാലമായിട്ട് ഒരു ഫുൾ ലെങ്തിലുള്ളൊരു ഗാർഡനാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലീനൊക്കെ ചെയ്തതാണ്. പക്ഷേ വീണ്ടും പുല്ല് കിളുത്ത് വന്നു. ഈ ഒരു സമയത്ത് നന്നായിട്ട് പുല്ല് വളരുന്നൊരു സമയമാണ്. നമ്മൾ റെഗുലറായി കട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എപ്പോഴും നിൽക്കും. പിന്നെ വീടിൻ്റെ പുറകിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ഗാർഡൻ ഏരിയ ഉണ്ട്. പുറകിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാട് കയറി കിടക്കുമായിരുന്നു. ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത പുല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതാണ്. പകുതി പോലും പുല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ പണി ബാക്കിയുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ബാഗ്സിൽ വെച്ചേക്കുന്നത് നമ്മൾ മുകളിലെ പണിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇതിനിപ്പം നമ്മളൊരു സ്കിപ്പ് ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് തട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എൻട്രൻസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ 2 ഡോറുള്ളൊരു സിസ്റ്റമാണ്. ആദ്യത്തെ ഇവിടെ ഏരിയയിൽ നമുക്ക് ജാക്കറ്റും ഷൂ ഒക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ്. ഇവിടുന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ റൈറ്റിൽ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൻ്റെ ഒരു 50% പണി ഇപ്പോൾ കഴിഞ്ഞു. ഭിത്തി പഴയ പെയിൻ്റൊക്കെ നമ്മൾ കളഞ്ഞിട്ട് റെഡിയാക്കി പെയിൻ്റൊക്കെ അടിച്ചതാണ്. ഈ വിൻഡോയുടെ ഭാഗത്ത് കുറച്ച് ബാക്കിയുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആയിരുന്നു ഈ ലിവിങ് റൂം ഫുള്ളായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയേക്കുന്നത് ഇപ്പം. ലിവിങ് റൂം കഴിഞ്ഞ് കിച്ചൺ പ്ലസ് ഡൈനിങ് സ്പേസ് ആണ്. കിച്ചണിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. സീലിംഗ് അടക്കം നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഈ കാണുന്ന ഇതിലെയാണ് നമുക്ക് പ്ലംബിങ്ങിൻ്റെ പൈപ്പൊക്കെ പോകുന്നത് മുകളിലേക്കൊക്കെ ആയിട്ട്. അതിൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ട്. അതാണ് നമ്മളിതിപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കൺസർവേറ്ററി ഉണ്ട്. ഇതും ഫുൾ മോഡിഫൈ ചെയ്യാനുള്ളതാണ്. പക്ഷേ അതിപ്പോൾ ഒരു അർജൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അല്ലാത്തതുകൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഈ വയറിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനി ഇത് പ്ലാസ്റ്റർ ചെയ്ത് കവർ ചെയ്തിട്ട് പിന്നെ പെയിൻറ്റിങ് അടിക്കുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഇനി നമ്മൾ മുകളിലേക്ക് പോകാം. മുകളിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു പ്രോഗ്രസ് വരുത്തിയിട്ടുണ്ട് ഈ റിനോവേഷൻ്റെ കാര്യത്തിൽ. ഒരു മിനിറ്റ്, ആ വാതിൽ നടക്കട്ടെ. അപ്പോൾ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റേഴ്സ് വരുന്നത്. ഇവിടുത്തെ ഭിത്തിയുടെ പണിയൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. ഇനി സ്റ്റേഴ്സിൽ നമുക്ക് കാർപ്പറ്റ് ഇടണം. പിന്നെ ഈ ഹാൻഡ് റെയിൽസ് ഒക്കെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അത്രയും കൂടി ഇവിടെ ബാക്കിയുള്ളൂ. കയറി വരുമ്പോൾ ലെഫ്റ്റിലായിട്ടാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. വാഷ്റൂം നമ്മൾ പുറത്ത് നിന്നാണ് ചെയ്യിപ്പിച്ചത്. ഏകദേശം ഫുൾ പരിപാടി ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് പെയിൻറ്റിങ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ലൈറ്റ്സും കൂടി ഇട്ടാൽ മതി. ബാക്കി നമ്മുടെ ഒരു ഇതനുസരിച്ച് ഇത് കംപ്ലീറ്റ് ആണിത്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ സീലിംഗ് പെയിൻറ്റ് ചെയ്ത് അതാണ് ഇപ്പം ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ ബെഡ്റൂമിൻ്റെയും ഭിത്തിയുടെ പണികളൊക്കെ ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോറിംഗ് ആണ് മെയിനായിട്ട് ബാക്കിയുള്ളത്. ഫ്ലോറിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഡാമേജസ് ഒക്കെ ശരിയാക്കാനുണ്ട് ഫ്ലോറിൽ. ഇവിടുത്തെ വീടുകളിൽ ഫ്ലോറിങ് വരുന്നത് കോൺക്രീറ്റ് അല്ല, പകരം ഈ മരത്തിൻ്റെ ഫ്ലോറിംഗ് ആണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പഴയ സ്റ്റൈൽ വീടുണ്ടല്ലോ, ഈ മച്ചൊക്കെയുള്ള വീട്. അപ്പം ആ ഒരു രീതിയിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ പലകകളിൽ ചില പലകകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എടുത്തു മാറ്റിയിട്ട് പുതിയ പലക നമുക്ക് അവിടെ ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള പലകളാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ ബെഡ്റൂം പോലൊക്കെ തന്നെ
ഭിത്തിയുടെ പണി കഴിഞ്ഞു. പിന്നെ ഈ ഫ്ലോറിങ്ങിൽ ഡാമേജ് ആയ പലകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ കളറിന്റെ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ജനലിന്റെ മുകളിൽ നമുക്ക് ചെറിയൊരു പോർഷൻ സെറ്റാക്കാനുണ്ട്. അവിടെ നമ്മളൊരു പ്ലാസ്റ്റർ ബോർഡ് വെച്ച് അത് സെറ്റാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ റൂമിന്റെ കാര്യങ്ങള്. ഇനിയിപ്പം ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂമും കൂടിയുണ്ട്. ഇതൊരു 3 BHK ആണ് കേട്ടോ. അപ്പം മൂന്നാമത്തെ ചെറിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം അത് ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഭിത്തിയുടെ പണിയൊക്കെ കഴിഞ്ഞ് പെയിന്റ് അടിച്ചതാണ്. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണിയാണ് ഇവിടെയും ബാക്കിയുള്ളത്. റിനോവേഷന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇതിപ്പോൾ എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഡാമേജ് ആയ പലകകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറിജിനലി യൂസ് ചെയ്തിട്ടുള്ള ആ പലകേൻ്റെ സെയിം സൈസ് ഇപ്പം മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലക വാങ്ങിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു പണിയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് മെനക്കേട്ടുള്ള പണിയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ ഇങ്ങനത്തെ പണി ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് കുറേ പണിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് കേട്ടോ ഈ പണിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും ചെയ്ത് ഞങ്ങൾക്ക് ആർക്കും ഇതിനു മുന്നേ പരിചയമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് റിനോവേഷൻ്റെ പ്രോഗ്രസ്. കുറച്ച് മെസ്സിയൊക്കെ ആണെങ്കിലും ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഇനി ഞാൻ വാഷ്റൂമിൻ്റെ മാസ്ക് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വാഷ്റൂമിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീടിൻ്റെ ഫുൾ ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.